രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന, അതേസമയം സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യമായ വ്യക്തിത്വം. പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാഷ്ട്രീയം ജീവവായുവായ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനാണ് ഇന്ന് ഫോർത്തിനൊപ്പം ഉള്ളത്. ഫോർത്തിന്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചു തുടങ്ങേണ്ടത്. കാരണം ഈ വീട്ടിൽ വന്നാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ചോദ്യമാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടു പറഞ്ഞിട്ട് പിരിഞ്ഞിട്ട് ഏതാണ്ട് 2.5 വർഷമാണ്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മറിയ ഉമ്മൻ എന്ന് പറയുന്ന മകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ രാഷ്ട്രീയത്തെ, ആ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം അച്ഛൻ എന്ന നിലയ്ക്ക്, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയ്ക്കും ഒരേ സമയം വീട്ടിൽ അച്ഛനായും അതേസമയം കേരളത്തിൻ്റെ പൊതുസമ്മതനായ രാഷ്ട്രീയ പ്രവർത്തകനായും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നിറഞ്ഞിരുന്ന ഒരാളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു രാഷ്ട്രീയ കാലത്തെ എങ്ങനെയാണ് മറിയ ഓർത്ത് നിൽക്കുന്നത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുമ്പം ഒരിക്കലും രാഷ്ട്രീയവും ഞങ്ങളുടെ പേഴ്സണൽ ജീവിതം എന്ന് പറഞ്ഞതിനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പ എന്ന് പറയുന്ന വ്യക്തി, ഞങ്ങൾ ചെറുപ്പം തൊട്ട്, ഞങ്ങൾ ജനിച്ച കാലം തൊട്ട്, നമ്മൾ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ഒരു ജനസമുദ്രം, എപ്പോഴും ഒരുപാട് ആളുകളുടെ ഇടയിൽ കണ്ടാണ് ഞങ്ങൾ അപ്പയെ വളർന്നു വന്നത്. അപ്പം അതിനകത്തൊരിക്കലും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫും അപ്പയുടെ കരിയറും ഞങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു സാധാരണ അപ്പനെ പോലെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെങ്കിലും സാന്നിധ്യം ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രൊട്ടക്ഷനായിരുന്നു. ഒരിക്കലും വീട്ടിലില്ലെങ്കിലും ഏത് ദൂരത്തിരുന്നും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആ അന്വേഷണമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മിസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അപ്പം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടല്ല ഇരുന്നിരുന്നത്. പക്ഷേ കാണാതിരുന്നപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ളൊരു അദൃശ്യമായ ഒരു ശക്തി, അദൃശ്യമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ മിസ്സായിരിക്കുന്നത്. പിന്നെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇഴകി അതിനോട് ഒത്തുചേർന്ന് അപ്പം എപ്പോഴും പറയായിരുന്നു, ജനങ്ങളാണ് എൻ്റെ അപ്പോൾ വലിയ വായിക്കുന്ന വ്യക്തിയൊന്നുമല്ല, പറയാം ജനങ്ങളാണ് എന്നെ ജീവിതം പഠിപ്പിക്കുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും വായിച്ചല്ല, ഞാൻ ജീവിതം പഠിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്, അവരുടെ ജീവിതത്തിൽ നിന്നാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അത്രയും ജനങ്ങൾക്ക് വേണ്ടി ഇഴകിച്ചേർന്നാണ് അപ്പ ജീവിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കുന്നതാണ് അപ്പൊ ഭയപ്പെട്ടിരുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അത് അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. കോവിഡ് കാലഘട്ടത്തിലും ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞപ്പം അപ്പ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഞാൻ ഇന്ന നമ്പറിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അന്ന് തൊട്ടൊരു ഡയറിയുമായിട്ട് ഫോണിന് മുമ്പിൽ ഇരുന്ന്, പിന്നെ ഫോണായിരുന്നു അപ്പയുടെ ജനങ്ങൾ. അപ്പം എല്ലാ തരത്തിലും എപ്പോഴും ജനങ്ങളോട്, ആ ഡയറിയിൽ 5000 കേസാണ് അപ്പ എഴുതിയിരുന്നത്. എപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു. പിന്നെ ആകെ ഇന്നിപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അപ്പ എപ്പോഴും ജനങ്ങളോട് ഓടൊപ്പം പോകാൻ ആഗ്രഹിച്ചെങ്കിലും ഒരു സിറ്റുവേഷനിൽ അപ്പയ്ക്ക് വയ്യാതായ സാഹചര്യത്തിൽ ഒരു 4 മാസം ഇവിടുന്ന് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞുള്ളൊരു 4 മാസം ഒരുപാട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു നിർബന്ധിത സിറ്റുവേഷൻ ആയിരുന്നു, ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആലോചിച്ചപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. എന്താ വെച്ചാൽ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഏകാന്തത ഞാൻ ഭയപ്പെടുന്നു എന്ന്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയറിൽ അപ്പയെ വെക്കേണ്ടി വന്നപ്പം അപ്പൊ ഒരുപാട് ദുഃഖിച്ച് കാണാം എന്നോർത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം. വേറെ ആഗ്രഹിച്ച അപ്പം ജനങ്ങളെ കാണുമ്പം ശക്തി കൂടുന്നതായിരുന്നു അപ്പയ്ക്ക്. അപ്പം ആ ഒരു 4 മാസം ആളുകളെ കാണാതെ വീട്ടിലും ഹോസ്പിറ്റലുമായിട്ടിരുന്നപ്പം നമ്മളോട് പറയാൻ പറ്റാതെ വളരെയേറെ മാനസികമായ ബുദ്ധിമുട്ട്, അത് എനിക്കൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇന്നും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ അപ്പ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം മറിയ പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഉമ്മൻചാണ്ടി സാർ ഏത് ഇന്റർവ്യൂവിലും എവിടെയും തുറന്നു പറയുന്ന കാര്യമാണ്, അദ്ദേഹത്തിന്റെ കരുത്തെന്ന് പറയുന്നത് മനുഷ്യരാണ്. കാരണം അവർക്കിടയിൽ ജീവിക്കുക, അവർക്കിടയിൽ ജീവിച്ചാൽ ഒരുപക്ഷെ ഏറെ നാൾ ജീവിക്കാൻ
ഇത് കഴിയുമായിരുന്ന മനുഷ്യരാണ് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. കാരണം അവരുടെ കരുത്ത് അതാണ് അപ്പയ്ക്ക് ജനങ്ങളാണ്. കിട്ടിക്കൊണ്ടിരുന്ന എനർജി. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും സമയത്തൊരിക്കലും ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ജനങ്ങളിൽ നിന്നായിരുന്നായിരിക്കും ആ ഭക്ഷണത്തിന്റെ എനർജി അപ്പ എടുത്തുകൊണ്ട് ഇരുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ മരണം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലെ പറഞ്ഞു 2.5 വർഷം ആകുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് തന്നെ ഒരു ജനപ്രതിനിധിയുണ്ട്. അപ്പായെ പ്രതിനിധീകരിച്ച് തന്നെ ഒരു ജനപ്രതിനിധി ഈ വീട്ടിൽ നിന്നുണ്ട്. അപ്പം പുതുപ്പള്ളി എന്ന് പറയുന്ന ആ പ്രദേശവുമായിട്ട്, കോട്ടയം ജില്ലയുമായിട്ട്, ആ നാടുമായി ബന്ധമറ്റു പോകാൻ നിൽപ്പുണ്ട് മറിയയ്ക്കും ഈ കുടുംബത്തിനുമല്ല. അപ്പോഴും ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണമുണ്ടാക്കിയൊരു വിടവെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയൊരു വിടവാണ്. ആ വിടവിനകത്ത് നമ്മളെ സമാശ്വസിപ്പിക്കാൻ എത്തിയവർ ഒരുപക്ഷെ ഒരുപാട് ഒരുപാട് മനുഷ്യർക്കൊപ്പം നിന്ന ആളാണ്. ഒരുപാട് മനുഷ്യന്മാർ, ഈ പൊളിറ്റിക്കൽ തന്നെ നേതാക്കന്മാരായ ആളുകൾ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. നേതാക്കൾ മുതൽ ഏറ്റവും അടികൾ വരെ, താഴെത്തട്ടിലുള്ള മനുഷ്യർ വരെ വന്ന് ഏറ്റവും നന്നായി ബന്ധം പുലർത്തിയ ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ബന്ധം പുലർത്തി നിങ്ങളുമായി നന്നായി പോകുന്നുണ്ടോ? ഏറ്റവും അടുപ്പമുള്ള മനുഷ്യർ നിങ്ങളെ എപ്പോഴും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മയിൽ? ഇല്ല, എല്ലാവരും അന്ന് അപ്പയുടെ മരണം വരെ നമ്മൾ അറിഞ്ഞതിൽ കൂടുതൽ വിലയായിരിക്കും അപ്പയ്ക്ക് മരിച്ചതിന് ശേഷം അപ്പ ഇത്രയും വലിയ മനുഷ്യനാണോ എന്ന് ഞങ്ങൾ തന്നെ തിരിച്ചറിയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും മുകളിൽ താഴെ തൊട്ട് ഏറ്റവും താഴ്ത്തട്ടിൽ ആൾ വരെ നമുക്ക് ആശ്വാസം തരുന്ന വ്യക്തി അപ്പയുടെ മരണശേഷമായിരിക്കാം പണ്ടത്തേനെക്കാട്ടി കൂടുതൽ ആളുകൾ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, നമ്മളോട് സ്നേഹത്തിൽ സംസാരിക്കുന്നത്. അത് എല്ലാ തലത്തിലുള്ള ബന്ധങ്ങളും എവിടെ ഏത് ഫീൽഡിലാണെങ്കിലും ആ ഒരു സ്വീകാര്യതയും സ്നേഹവും ഒക്കെ വളരെയേറെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലൊട്ടും കുറഞ്ഞു പോയിട്ടില്ല, അത് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞല്ലോ, അപ്പയുടെ വിടവ് ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ, അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ, അപ്പ അവർക്ക് ചെയ്തു കൊടുത്ത നന്മകൾ പറയുമ്പോൾ, അതൊക്കെ നമുക്ക് ഇതിൽ പറഞ്ഞ പോലെ അദൃശ്യമായി ഉണ്ടായിരുന്ന ആ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിൽ കുറച്ചൊരു ആശ്വാസം തരുന്നത് അങ്ങനത്തെ ഉള്ളവരുടെ സ്നേഹമാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം KC ജോസഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, അവരൊക്കെ അപ്പാടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കൾ. അവരിന്നും അതുപോലെ നമ്മളോട് ആ സ്നേഹബന്ധം പുലർത്തി നമ്മളെല്ലാവരും ഒരുപോലെയാണ്. അപ്പോഴും എല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാവരും. ഇപ്പം നാളെ അല്ല മറ്റന്നാൾ പുതുപ്പള്ളി ചെന്നാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം ഒന്ന് എക്സ്പെക്ട് ചെയ്ത് പറയാൻ പറ്റുമോ? നാളെ വരെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പം ആളുകൾ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നാൽ നമ്മുടെ മെയിൻ സ്ഥലം പള്ളി തന്നെയാണ്. പള്ളിയിൽ കല്ലറയിൽ പോകുമ്പോഴായിരിക്കാം ഇവിടെ പലരെയും കാണുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, അവിടെ പോകുമ്പോൾ പലരെയും കാണും. അപ്പോൾ ഈ പറഞ്ഞ പലരെയും മീറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്നാൽ മെയിൻ അപ്പയുടെ ഒരു ഫീല് കിട്ടുന്നത് ആ കല്ലറയിൽ ചെല്ലുമ്പോൾ. എന്ന് വെച്ചാൽ ആ കല്ലറ ഒരിക്കലും ഒഴിഞ്ഞു കിടക്കാറില്ല, ആരെങ്കിലും അവിടെ കാണും. അവിടെ വെച്ചാണ് പലരെയും കാണുന്നത്. പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളാണെങ്കിൽ നിറയെ ആളുകൾ കാണും. ഇപ്പം ഒരു സാധാരണ ഒരു വളരെ നോർമൽ ഡേ, ഒന്നുമില്ലാത്തൊരു ഇതാണെങ്കിൽ 1-2 പേരെ കാണും. അവിടെ വെച്ച് ആളുകളെ കാണും, സംസാരിക്കും, പരിചയപ്പെടും, ഫോട്ടോ എടുക്കും. അപ്പോഴും ഒരു സ്നേഹ സംഭാഷണം അവിടെ വെച്ച് നടക്കാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചൊരു എടുത്ത് പറയത്തക്ക രീതിയിലായിട്ടുള്ളൊരിതല്ല. നമ്മൾ പിന്നെ ഒരു പ്രോഗ്രാംസിന് പോകുമ്പം ആളുകളെ കാണും, അപ്പോഴും ഒരു സ്നേഹബന്ധം പുലർത്തും. അങ്ങനെയായിരിക്കാം. കേരളത്തിൽ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിൽ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ ഒരു 20 പേരുടെ പട്ടിക തയ്യാറാക്കിയാൽ അതിൽ വരുന്ന പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മകളുടെ വഴി പക്ഷേ രാഷ്ട്രീയമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകളുടെ വഴി സാമൂഹ്യ സേവന രംഗത്ത് ആണെന്നുള്ളതാണ്. എങ്ങനെയാണ് അത്തരം ഒരു മേഖലയിലേക്ക്? കാരണം ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗം അതിൽ നിന്നൊക്കെ വിട്ടകന്ന് സാമൂഹ്യ സേവന രംഗത്ത് ചൂടുറപ്പിക്കുന്നു, അതിൽ സജീവമായി ഇടപെടുന്നു. അതെങ്ങനെയാണ് സാധ്യമായത് എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ദൈവനിശ്ചയം എന്ന് പറയുമല്ലോ, നിയോഗം എന്ന് പറയുന്നതായിട്ടാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ 10-15 വർഷമായിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിന് വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തിരുന്നില്ല. 2012 ഞാനൊരു ട്രസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്നത്, രജിസ്റ്റർ ചെയ്ത് ട്രസ്റ്റായിട്ട് ആരംഭിക്കുന്നത്. അതും വളരെ വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. അപ്പയുടെ പെർമിഷനോട് തന്നെയാണ്. ആകെ അപ്പ ഒരു കണ്ടീഷനേ പറഞ്ഞുള്ളൂ, എല്ലാവരെയും സഹായിക്കണം, അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത്, എല്ലാവരെയും സഹായിക്കണം, അതിന് വലിയൊരു പബ്ലിസിറ്റി ഒന്നും വേണ്ട.
എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അന്ന് 2012 തുടങ്ങിയതാണ് ഇത്. അതുകൊണ്ടാണ് അധികം നമുക്ക് കഴിയാവുന്ന വിധം നമ്മുടെ മുമ്പിൽ വരുന്നവരെയൊക്കെ സഹായിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഇപ്പം മന്ന 2012 തുടങ്ങിയെങ്കിലും 2024 സംഘടന ഏതാണ്? മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ അത് കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് പോലെയായിരുന്നു ഈ 12 വർഷവും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പയുടെ മരണശേഷമാണ് സത്യം പറഞ്ഞാൽ കുറച്ച് പബ്ലിക് ഇവന്റ്സ് ആയിട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പൊ പിന്നെ അപ്പ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സാധാരണക്കാരുടെ ആരോഗ്യ മേഖലയ്ക്കായിരുന്നു. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒരു സാധാരണക്കാരനൊരു ആരോഗ്യ സംരക്ഷണത്തിനൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുകൊണ്ട് ഒരുപാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് പ്രോജക്റ്റുകൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മന്നയുടെ തുടക്കത്തിലെ വൺ ഓഫ് ദി പ്രോജക്ട്സ് ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഞങ്ങൾ 10 ജില്ലയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അക്രോസ് കേരള എല്ലായിടത്തും പല പല പ്രോജക്റ്റുകൾ ചെയ്തു. അതിൽ ഒരെണ്ണം മെഡിക്കൽ ക്യാമ്പാണ്. അതിന്റെ ബാക്കിലുള്ള തോട്ട് എന്ന് പറയുന്നത് അപ്പയുടെ ഈ തോട്ടാണ്. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്നൊരു പദ്ധതിയുടെ അടിയിലാണ് അപ്പയുടെ മരണശേഷം മന്നയുടെ അടിയിൽ അങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടാണ് അപ്പയുടെ പേരിലാണ് അതെല്ലാം ചെയ്യുന്നത്. അതിലെ തോട്ട് ഇതാണ്: സാധാരണക്കാരന് ലഭിക്കേണ്ട അവന്റെ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. അതുപോലെ പല ഇപ്പം ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ പറ്റുന്ന തയ്യൽ മെഷീൻ വിതരണം, അപ്പം അവർക്ക് ഒരു കൈത്തൊഴിൽ ചെയ്തവർക്ക് ജീവിക്കാൻ പറ്റുന്നത്, പിന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ, പിന്നെ വീൽ ചെയർ വിതരണങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ സാമ്പത്തികമായി അങ്ങനെ വലിയത് പറ്റുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം പഠന സഹായവും രോഗികൾക്കുള്ള സഹായവും ഒക്കെ നമുക്ക് കഴിയാവുന്ന വിധമൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനത്തെ പദ്ധതികളൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് പോകുന്നത്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്, മറ്റൊരാളെ സഹായിക്കാൻ നമ്മുടെ മനസ്സ് മതി എന്നുള്ളൊരു നമ്മുടെ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ അത്ര സാമ്പത്തികം ഇല്ലെങ്കിലും നമുക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ ഒരാൾ സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ നമുക്ക് കഴിയാവുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം. ഇത് രണ്ടും അപ്പ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പം അത് അപ്പയുടെ സൈഡിൽ പറഞ്ഞതാണ്. അന്ന് തൊട്ട് ഈ 2012 തൊട്ട് ഇത്രയും വർഷം, ഇപ്പം 2014 വർഷമായി, 2 വർഷമേ ആയുള്ളൂ പബ്ലിക് ഇവന്റ്സ് ചെയ്തു തുടങ്ങിയിട്ട്. ആ ഒരു തോട്ടിൽ ഇപ്പം കൂടുതലും അപ്പ പറഞ്ഞ കാര്യങ്ങളിലോട് ചേർത്ത് വെച്ച് ഇതിൻ്റെ മന്നയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ പ്രോജക്ട്സ് ആയിട്ടല്ല. ആരെങ്കിലും വരിക, അപ്പം ആരും നമുക്കറിയാവുന്നവരെ സഹായിക്കുക, അങ്ങനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനതിനെ എങ്ങനെ ഇത് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഒരു ദൈവനിശ്ചയം എന്നുള്ളൊരു ഉത്തരം മാത്രമേ എനിക്കതിന് പറയാനുള്ളൂ. പക്ഷെ അപ്പ തെളിയിച്ചു തന്ന വഴി ഞാൻ വീട്ടിൽ കണ്ടു വളർന്നത്, എൻ്റെ അമ്മയാണെങ്കിലും അപ്പയാണെങ്കിലും അങ്ങനെ മറ്റുള്ളവരെ കണ്ടു വളർന്നതാണ്. അത് കണ്ടതാകാം നമുക്ക് അതിനൊരു മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു നമ്മളെ നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിപ്പം ഈ ഇൻ്റർവ്യൂ ആയിട്ട് തേടി വരാൻ തന്നെ കാരണം ഈ സാമൂഹ്യ സേവന രംഗത്ത് ഇടപെടൽ നമ്മൾ പല വഴി അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ വന്ന് രാഷ്ട്രീയ ചോദ്യങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല. എന്താണ് നിങ്ങൾ ആ വഴിയിൽ നിന്ന് ഇങ്ങനൊരു വഴിയിലേക്ക് സഞ്ചരിച്ചെന്നുള്ള ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന കൗതുകമുണ്ടല്ലോ, അതാണ് എൻ്റെ ഇതിലേക്ക് നയിച്ചത്. അപ്പം ഇത് എങ്ങനെയാണ് വിപുലീകരിക്കാൻ പദ്ധതിയുണ്ടോ? അല്ല, ഈ പറഞ്ഞല്ലോ ഒരു നിയോഗമാണ് അത്. 2012 മന്ന തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷയുമില്ല. 12 വർഷക്കാലവും ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വരുമ്പോൾ സാധാരണ നമ്മൾ നടക്കുമ്പോൾ ഒരാൾ സഹായം ചോദിക്കുക, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രവർത്തനങ്ങൾ. പക്ഷെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ തോതിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനിയും അക്രോസ് കേരള നമ്മളെ കൊണ്ടാകാവുന്ന ഇവിടെ മാർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പം നമ്മൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, വീട് വെച്ച് കൊടുക്കണം എന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലാണ് ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരുന്നത്, രോഗികൾ. പക്ഷെ അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പേഴ്സണലി ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. രോഗികൾ ഒരുപാട് വരുന്നു. അപ്പോൾ അതൊരു ആസ് എൻ ഇൻഡിവിജ്വൽ അത് പക്ഷെ ഒരുപാട് സഹായം ചോദിച്ച് ആളുകൾ വരുന്നത്, അതിൽ നമുക്ക് പൂർണ്ണമായ ഒരു തൃപ്തി വരത്തക്ക രീതിയിൽ വർക്ക് ചെയ്യാൻ
സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ബിക്കോസ് അത്രയേറെ റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. പിന്നെ പുതിയ ഇപ്പം തന്നെ തുടർന്ന് ഈ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ തുടർന്നും ചെയ്യണം. തയ്യൽ മെഷീൻ വിതരണം ചെയ്യുക, അല്ലെങ്കിൽ വീൽ ചെയർ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ കൂടുതലും ആളുകൾ സാമ്പത്തിക സഹായം ചോദിച്ചാണ്, പഠന സഹായവും രോഗികൾക്കുള്ള സഹായം ചോദിച്ചാണ് വരുന്നത്. അപ്പം അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു നല്ല പ്രോജക്റ്റിലേക്ക് കടക്കേണ്ടി വരും അല്ലേ? കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ മോഡൽ ആക്കണമല്ലോ, എന്നാലേ എന്തും മുമ്പോട്ട് പോകത്തുള്ളൂ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഇങ്ങനെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, ഈ സന്നദ്ധ സേവന രംഗത്ത് നിൽക്കുന്നു, അതേസമയം തന്നെ ഇപ്പം മർത്തോമ സഭ അധ്യക്ഷനെ കണ്ടു, പാത്രികസ് ബാവയെ കണ്ടു, ക്ഷേരവർ അസോസിയേഷൻ അങ്ങനെ മറ്റേ ഒരു സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരെ കണ്ടു. എന്താണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അത്തരം ഉദ്ദേശത്തിലാണോ ഇവരെയൊക്കെ കൂടിക്കാഴ്ച നടത്തിയത്? ഇത്ര പ്രമുഖ കേരളത്തിലെ പ്രധാനപ്പെട്ട മർത്തോമ സഭ തിരുവല്ല എൻ്റെ നാടാണ്, മർത്തോമ സഭ അവിടെയാണ് മർത്തോമ സഭാധ്യക്ഷനുള്ളത്. അവിടെ വന്ന് സഭാധ്യക്ഷനെ കാണുന്നു, പാത്രികസ് ബാവയെ കാണുന്നു. ഇങ്ങനത്തെ സാമുദായിക നേതാക്കളെ കണ്ടുപോകുന്നത് എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളമെമ്പാടും പ്രോജക്റ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഏത് പരിപാടി ചെയ്താലും അവിടുത്തെ ലോക്കലി പ്രാദേശികമായിട്ടുള്ള മതമേലധ്യക്ഷന്മാർ, പൊളിറ്റീഷ്യൻസ് എല്ലാവരും, അവരെ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. എൻ്റെ എല്ലാ പരിപാടികളിലും ആ പ്രാദേശികമായിട്ടുള്ള മന്ത്രിയോ MLA യോ MP യോ മതമേലധ്യക്ഷന്മാരോ ഒക്കെ കാണും. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാവരെയും കാണുന്നതും അവരുമായിട്ട് ബന്ധം വയ്ക്കുന്നത്. അവരൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടിയിൽ മുഖ്യാതിഥികളായിട്ട് വരികയും ചെയ്യുന്നത്. എല്ലാവർക്കും പിന്നെ അപ്പയുടെ മകൾ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സ്വീകാര്യത വളരെ നല്ലൊരു സ്വീകാര്യതയാണ്. അപ്പം എല്ലാവരും എൻ്റെ മന്നയുടെ പരിപാടികൾ നോക്കി എല്ലാവരും വന്ന് പങ്കുചേരുന്നത്, മുഖ്യാതിഥികളായിട്ട് ഇവരൊക്കെ തന്നെയാണ് വരുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നെ എല്ലാവരും, പിന്നെ അവിടെ ഏതെങ്കിലും ഫിലിം സ്റ്റാർസോ സിനിമാ താരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരുമായിട്ടൊക്കെ പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവരുടെ സഹായവും ആവശ്യമാണ്. ഇപ്പം നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നു, മെഡിക്കൽ ക്യാമ്പുകൾ കൂടുതലും ചെയ്യുന്നത് ഞായറാഴ്ച പള്ളികളുടെ ഹാളിലൊക്കെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വെച്ചാൽ അപ്പം നമുക്ക് ആളുകളെ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം ആ പള്ളി പിരിഞ്ഞു വരുമ്പം അവിടുത്തെ ആളുകൾ വരും. അപ്പോൾ പള്ളിക്കാരോടൊക്കെ സഹകരിക്കുവാണെങ്കിൽ കുറച്ച് 2-3 പള്ളികളൊക്കെ അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ ആളുകളെ കിട്ടാൻ നമുക്ക് സഹായമാണ്. അപ്പം ആ പള്ളിയുടെ അവിടുത്തെ ബിഷപ്പോ അവിടുത്തെ വികാരിയൊക്കെ കുറച്ചും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ രാഷ്ട്രീയത്തിൽ സജീവമൊന്നുമല്ല, അങ്ങനെ വേറെ സാമൂഹിക സേവന രംഗത്ത് നിൽക്കുന്നു. അപ്പം സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണുമ്പോഴത്തേക്ക് അതിന് രാഷ്ട്രീയമായൊരു നിർവചനമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനെ അതിന് രാഷ്ട്രീയമായൊരു നിർവചനത്തിന് സാധ്യതയില്ല. സാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ തന്നെ അത് പറയുമല്ലോ. ഫേസ്ബുക്കിൽ സജീവമായിട്ടുണ്ട്. ഈ മീഡിയ കാണാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്വന്തമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ തൻ്റെ രാഷ്ട്രീയം അറിയിക്കുന്നതിനകത്ത് പ്രശ്നമുള്ള ആളൊന്നുമല്ല. പക്ഷേ അവരത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിലത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം പ്രത്യേകിച്ച് തന്നെ ചോദിച്ചതിൻ്റെ കൂടെ തന്നെ നിർത്താതെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനുള്ള കാര്യം തന്നെ അതാണ്. കാരണം അതിനകത്തൊരു രാഷ്ട്രീയമല്ല. എൻ്റെ പരിപാടിയുടെ ഭാഗമായി എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ പരിപാടിയുടെ ഭാഗമായി എല്ലാം രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കളെ കാണും, എല്ലാ സമുദായത്തിൽ നിന്നുള്ള ആളുകളെ കാണും. അത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എല്ലാ മതത്തിൽ നിന്നുള്ളവർ കാണും, എല്ലാ സമുദായങ്ങളിൽ നിന്നും കാണും. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ.